ഹായ്, ഞാൻ ലിയ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഭാവിയിലേക്ക് ഒരുപാട് വളർച്ചാ സാധ്യതയുള്ള ഒരു കമ്പനീനെ കുറിച്ചാണ്. ആ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ സാഹചര്യവും അനുകൂല ഘടകങ്ങളൊക്കെ അതിന് കറക്റ്റായിട്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ വളർച്ചയായിരിക്കും. നമുക്ക് ഭയങ്കര ഒരു നേട്ടം നേടിത്തരാൻ ചാൻസ് ഉള്ളൊരു കമ്പനിയാണ്. ഇപ്പോഴത്തെ അതിൻ്റെ ഒരു ഏകദേശം ഒരു പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 രൂപ റേഞ്ചുകളിലാണ് നിൽക്കുന്നത്. ഞാനിത് ഒരു വർഷത്തിന് മുമ്പ് ഞാൻ ഈ കമ്പനീനെ പരിചയപ്പെടുത്തിയതാണ്. അന്ന് ഏകദേശം 55 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം 70 രൂപയുടെ അടുത്താണ് നിൽക്കുന്നത്. വരുന്ന ഈ ഒരു കാലഘട്ടം കറക്റ്റായിട്ട് വിനിയോഗിച്ച് കഴിഞ്ഞാൽ ഭാവിയിലേക്ക് ഒരു 700 രൂപയുടെ മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. 700 രൂപ എന്ന് പറയുമ്പം ഏകദേശം ഇവിടുന്ന് ഒരു 10 ഇരട്ടിയോളം പോകും. അപ്പം ആ ഒരു വളർച്ചയിലേക്ക് പോകാനായിട്ട് എല്ലാ ചാൻസും ഉള്ളൊരു കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയ്യോ സെല്ലോ റെക്കമെൻഡേഷനൊന്നുമല്ല, കാര്യങ്ങൾ പറയുന്ന കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനപ്പുറത്ത് ഇപ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് പോണേ? ഓരോ ദിവസവും നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി, അങ്ങനെ ഓരോ ഇൻഡെക്സുകളും പുതിയ വോൾട്ടേജ് ഹൈ എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്കൊരു ബൈ ചെയ്യാനുള്ള അവസരമാണോ? അത് നമ്മളെ നോക്കുന്നൊരു ഇൻഡെക്സാണ് മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ്. അപ്പോൾ ഈ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് ഇപ്പോൾ ഏകദേശം 83 റേഞ്ചുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ എക്സ്ട്രീം ഗ്രീഡ് എന്ന് പറഞ്ഞൊരു ഏരിയയിലാണ് നിൽക്കുന്നത്. എക്സ്ട്രീം ഗ്രീഡ് എന്താ? എക്സ്ട്രീം ഗ്രീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോമോ എന്ന് അറിയാലേ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അപ്പോൾ നമ്മൾ ഈ താഴത്തേക്ക് പോണ സമയത്തായിരിക്കും നമ്മളുടെ കയ്യിലിരിക്കുന്ന നല്ല ഷെയറുകളൊക്കെ വിറ്റ് കളയുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രീം ഗ്രീഡിൻ്റെ സമയത്താണ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ ഷെയറുകളൊക്കെ തിരിച്ച് വാങ്ങിച്ച് കൂട്ടാനായിട്ടുള്ള ധൈര്യം നമുക്ക് കിട്ടുന്നത്. ഈ സമയത്തുള്ളൊരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് 85 മുകളിലേക്ക് വരുമ്പോൾ. പക്ഷേ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാൽ നമ്മൾ പേടിക്കേണ്ടതുണ്ടോ? പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഇന്ത്യ എന്ന് പറയുന്നത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് മാറാൻ പോണ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ എന്താ, ഓരോ ഇടിവും കമ്പനികളെക്കുറിച്ച് പഠിച്ച് നമുക്ക് പറ്റിയ കമ്പനിയാണോ എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? ആ അവസരത്തിൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള കമ്പനികളിൽ കയറി അതിനെ പരമാവധി പഠിച്ച് അതിനെ ട്രയൽ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം മാർക്കറ്റ് മൂഡ് നമുക്ക് അനുകൂലമല്ല എന്നുള്ള കാര്യമാണ് ഈ കൂട്ടത്തിൽ പറയുന്നത്. ഇപ്പോൾ ഒരു ബൈ ചെയ്യാനുള്ള അവസരം അല്ല എന്നാണ് കൂട്ടത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയായാലും ഇന്നത്തെ കമ്പനി പരിചയപ്പെടാം. കമ്പനി എന്ന് പറഞ്ഞാൽ മദർസൺ സുമി വയറിംഗ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളതാണ്. ഇത് ഞാൻ ഒരു കൊല്ലം മുമ്പ് പരിചയപ്പെടുത്തിയ കമ്പനിയാണ്. അന്നൊരു 55 രൂപയുടെ അടുത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ അവിടുന്ന് അത്യാവശ്യം നല്ലതായിട്ട് റാലി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനിയുടെ ഒരു വളർച്ചാ സാധ്യത എന്താണെന്നറിയാമോ? ഇന്ത്യയിലൊരു വിവിധ തരം കമ്പനികളൊക്കെ പുറത്തുനിന്ന് വന്നു. അപ്പോൾ പുറത്തുനിന്ന് കമ്പനികളൊക്കെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഒരു ഏരിയകളൊക്കെ വികസിക്കും. ഇന്ത്യയിലെ റോഡ് റെയിലൊക്കെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കമ്പനികൾ വരും. അവിടുത്തെ ഉള്ള ഏരിയകളൊക്കെ വികസിച്ചിട്ട് അവിടെയൊക്കെ പുതിയ പുതിയ ബിസിനസ് വരും. ഈ ബിസിനസ്സിനൊക്കെ എന്താ വേണ്ടത്? ഈ എല്ലാ ബിസിനസ്സുകൾക്കും വാഹനങ്ങൾ കൂടിയേ തീരൂ. അപ്പോൾ വാഹനങ്ങളിലെ ഇവരെന്നാ ചെയ്യുന്നത്? ഇവർ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനിയാണ്. അപ്പം വാഹനങ്ങൾ ഒരു കമ്പനിക്ക് മാത്രമല്ല, പല കമ്പനികൾക്കും. ഇന്ത്യയിൽ ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ ഈ ഒരുപാട് കമ്പനികളിലേക്കൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാഹനങ്ങളുടെ വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള കമ്പനികൾ കൂടാണ്ട് പുതിയ പുതിയ കാറ് കമ്പനികൾ വന്നു. പിന്നെ കയറ്റുമതി ഒരുപാട് പ്ലാൻ ചെയ്യുന്നു. പിന്നെ ഇവിടെ ഉള്ള കമ്പനികൾ തന്നെ പുതിയ കൂടുതൽ എക്സ്പാൻഷൻ പ്ലാനുകൾ ചെയ്യുന്നു. അവരൊക്കെ എന്തുകൊണ്ട് എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നു? കൂടുതൽ വികസിപ്പിക്കാൻ നോക്കുന്നു.
അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓപ്പർച്യൂണിറ്റി, ഭാവിയിലുള്ള ഈ വളർച്ചാ സാധ്യത എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, മുന്നിട്ട് കണ്ട് അത് എങ്ങനെയെങ്കിലും ആ ഒരു ഓപ്പർച്യൂണിറ്റി നേടിയെടുക്കുക എന്നുള്ളതാണ് ഇവരിപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവരെന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണിപ്പം നോക്കുന്നത്. ഇത് നോക്കി, മദർസൺ സുമി വയറിംഗ് ഇന്ത്യ ലിമിറ്റഡ് ഈസ് എ ഫുൾ സിസ്റ്റം സൊല്യൂഷൻ പ്രൊവൈഡഡ് ടു OEMs ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിങ് ദ വയറിംഗ് ഹാർനസ് സെഗ്മെൻറ്റ് ഇൻ ഇന്ത്യയിലുള്ള വയറിംഗ് സെഗ്മെൻറ്റിലെ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറാണ്. ഇപ്പം ഞാൻ ഈ ഡീറ്റെയിൽസ് ഒന്നും വായിക്കുന്നൊന്നുമില്ല, അതൊക്കെ നിങ്ങൾ ഫുള്ളായിട്ട് വായിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആട്ടോ ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് ഫുള്ളായിട്ട് വായിച്ച് മനസ്സിലാക്കിക്കുന്നൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കാരണം ഈ കാര്യങ്ങൾ ഞാനിപ്പോൾ നിലവിൽ പറയുന്നില്ല. അത് നിങ്ങൾ ഈ സൈറ്റിൽ കയറിയോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വിവിധ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട് ഇതുപോലെ പഠിക്കാൻ വേണ്ടി, കമ്പനികളെ പഠിക്കാൻ വേണ്ടി. ഇതൊക്കെ എടുത്ത് നോക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പം ഇതിൻ്റെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടിയ അവാർഡും കാര്യങ്ങളൊക്കെ ആട്ടെ ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇനി നമുക്ക് എന്താ വേണ്ടേ, ഇതിൻ്റെ അകത്തെ ഫണ്ടമെൻ്റൽ നോക്കാം, നമ്മുടെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ നോക്കാം, നമുക്ക് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു കമ്പനിയാണ്. 32,495 കോടിയുടെ ഒരു സ്മോൾ ക്യാപ്പിൽ നിന്നൊരു മിഡ് ക്യാപ്പിലേക്കൊക്കെ കടക്കാൻ വേണ്ടി അങ്ങോട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പം ഇത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് 73.5 52 വീക്ക് ഹൈ എന്ന് പറഞ്ഞാൽ 80, 52 വീക്ക് ലോ എന്ന് പറഞ്ഞാൽ 57.6, സ്റ്റോക്കിൻ്റെ ബി എന്ന് പറഞ്ഞാൽ 50.9, ബുക്ക് വാല്യൂ 3.79, ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനിയാണ്. ROC 48, ROE എന്ന് പറഞ്ഞാൽ 42.4, ഫേസ് വാല്യൂ 1 ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞേക്കണ എന്തോന്നാ, വയറിംഗ് സെഗ്മെൻറ്റ് ഈ വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ സെഗ്മെൻറ്റിൽ ഏകദേശം 40% ഇതുണ്ടെന്ന്, അവർക്ക് ഈ ഷെയർ ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കണത്. അതൊക്കെ നിങ്ങളെടുത്ത് വായിച്ചു വയ്ക്കുക കേട്ടോ. ഇവർക്കുണ്ടെന്നാണ് ഈ പറഞ്ഞു വെച്ചേക്കണത്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ മാക്സിമം ചാർട്ട് പാറ്റേൺ നോക്കിക്കഴിയുമ്പോൾ അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് കയറ്റമാണെങ്കിലും അങ്ങോട്ട് അതിൻ്റെ അതിൻ്റെ ഇതിങ്ങോട്ട് വന്നിട്ടില്ല. ഭാവിയിലേക്ക് പതുക്കെ അങ്ങോട്ട് വരുള്ളൂ. പിന്നെ നമുക്ക് നോക്കേണ്ട എന്നാ, താഴത്തേക്ക് നോക്കി കഴിയുമ്പോഴത്തേന് ഇവിടെ നോക്കി, ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത് 2021 മാർച്ചിൽ 3,938 ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ എത്രയായി, 8,328 കോടിയിലേക്ക് കൂടിയിട്ടുണ്ട്. ഓരോ കൊല്ലം കഴിയുന്തോറും സെയിൽസ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കമ്പനിയിൽ അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണ്. കച്ചവടം കൂടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഈ പറഞ്ഞ ബാക്കി എല്ലാ കാര്യങ്ങളിലും വളർച്ചയുണ്ട്. കച്ചവടം കൂടിയിട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് കച്ചവടം നന്നായിട്ട് കൂടി വരുന്നുണ്ട്. അതെപ്പോഴും എല്ലാവരും നോക്കണം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 553 കോടിയിൽ നിന്ന് 1,013 കോടിയിലേക്കാണ് കൂടിയേക്കണത്. ഓപ്പറേറ്റിംഗ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ 11-നും 14% ഇടയിൽ നിൽക്കുന്നു. പിന്നെ നെറ്റ് പ്രോഫിറ്റ് നോക്കിയാൽ 396 നിന്ന് 638 കോടിയിലേക്ക് കൂടിയിട്ടുണ്ട്. റിസർവ് ആണെങ്കിലോ, റിസർവ് ആദ്യം 2021 0 ഇപ്പോൾ എത്രയാണ്, 1,235 കോടിയിലേക്ക് വന്നിട്ടുണ്ട്. കടമാണെങ്കിലോ 96 നിന്ന് 259 കോടിയിലേക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അത് നോക്കേണ്ട ഒരു രീതി എന്നാച്ച് പ്ലസ് അങ്ങ് മാറ്റുക. അപ്പോൾ ലോങ് ടൈം ബോറോയിങ്സ് എത്രയുണ്ട്, 14 കോടിയിൽ നിന്ന് 9 കോടിയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് ടൈം ബോറോയിങ്സ് 68 കോടിയിൽ നിന്ന് 0യിലേക്ക് വന്നു. ഏകദേശം ഡെറ്റ് ഫ്രീ എന്ന് പറയാവുന്ന കമ്പനി. ബാക്കിയുള്ള ലീസ് ലയബിലിറ്റീസാണ്, അത് 250. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ കടം തീരെ കുറവുള്ള, ഏകദേശം തീരെ കുറവുള്ളൊരു കമ്പനിയാണ്. റിസർവ് ഒരുപാട് ഉണ്ട്, വളർന്നുകൊണ്ടിരിക്കുന്ന റിസർവാണ്. അപ്പോൾ നമുക്ക് പേടിക്കേണ്ടാത്തൊരു കമ്പനിയാണ്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, പ്രൊമോട്ടർ 2022 മാർച്ചിലെ പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗ് 61.73 അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. FIs ആണെങ്കിൽ 14.89 നിന്ന് 10.96 കുറഞ്ഞേക്കുവാണ്. DIs ആണെങ്കിൽ 13.42 നിന്ന് 16.22 നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കി FISനും DISനും കൂടി
ഇതിൻ്റെ അകത്ത് 2 പേർക്കും 10ന് മുകളിൽ ശതമാനത്തിൽ ഷെയറുണ്ട്. പബ്ലിക്കിൻ്റെയിലോ 11.11 അപ്പോൾ ഇതിൻ്റെ അകത്ത് FISനും DISനും നല്ല വിശ്വാസമുള്ളൊരു കമ്പനിയായിട്ട് ഫീൽ ചെയ്യുന്നു. ഭാവിയിലേക്ക് അങ്ങനെ തന്നെയാണോ എന്നുള്ളത് നമ്മളെങ്ങനെ തുടർന്നും നോക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലുകൾ നോക്കാം, അതിൻ്റെ ചാർട്ടൊക്കെ നോക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഏകദേശം അന്ന് വീഡിയോ ചെയ്യുമ്പോൾ ലിസ്റ്റ് ചെയ്തിട്ട് അധികം കാലം ആയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ട് തന്നെ ഈ ഒരു ലോ അടിച്ച് തിരിച്ച് കയറി ഈ ലെവലുകളിൽ എത്തിയപ്പോഴാണ് ഞാൻ അന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എത്രയായിരുന്നു? 55.5 അന്നത്തെ വില. അവിടുന്ന് പിന്നെ റാലി നടത്തി ഈ ചാനലിൽ പിന്നെ ബ്രേക്ക് ചെയ്തില്ല. ഈ അടിയിലുള്ള ചാനൽ പിന്നെ ബ്രേക്ക് ചെയ്യാണ്ട് ഹയർ ഹൈ ഫോർമേഷനാണ് വന്നേക്കുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചു? ഈ മുകളിലുള്ള ചാനലും അത് ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു മേജർ റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു ചെരിഞ്ഞ ട്രെൻഡിൽ അതൊരു മേജർ റെസിസ്റ്റൻസ് ആണ്. ഈ അടിയിലത്തെ മേജർ സപ്പോർട്ടുമാണ്. ഈ സപ്പോർട്ട് ഇങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ലെവലുകൾ വെച്ച് നോക്കുക, ഹൊറിസോണ്ടൽ സപ്പോർട്ട് നോക്കിക്കഴിയുമ്പോൾ 65നും 70 ഒരു നല്ല സപ്പോർട്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യകാലത്ത് റെസിസ്റ്റൻസ് അനുഭവിച്ചിരുന്നത് എന്താണ്? ഈ 65 ഏരിയ ആയിരുന്നു. 65 ഇവിടെ വീണ്ടും റെസിസ്റ്റൻസ് ആയിട്ട് അനുഭവിച്ചു. പിന്നെ ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ട് പിന്നെ പുതിയ ലെവലുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ 65-70 ലെവലുകളിൽ നിന്ന് തന്നെ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഇത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഓൾ ടൈം ഹൈ ഒക്കെ എപ്പോഴും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഈ ലെവലുകൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 59 ഏരിയ, ഈ ഒരു ഏരിയ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വലിയ കാര്യമായിട്ട് നോക്കേണ്ട കാര്യമില്ല. എന്നാലും നമുക്കൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 ആ ഏരിയ തന്നെയാണ് ഒരു സപ്പോർട്ടായിട്ട് കാണുന്നത്. 55 ഏരിയ തന്നെയാണ് പിന്നത്തെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊരു വളർച്ചയുടെ കാലഘട്ടത്തിലുള്ളൊരു ഷെയറാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വോളിയൊക്കെ ഇത് മന്ത്ലി ചാർട്ടാട്ടോ. മന്ത്ലി ചാർട്ട് പ്രകാരം വോളിയൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. പിന്നെ ഇതിനി അങ്ങോട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അധികം കാലമൊന്നും മറ്റേ ഡീമർജ് ചെയ്ത് വന്നിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. അതിൻ്റെ ഒരു ഫുൾ പെർഫോമൻസിന് ഭാവിയിലേക്ക് കാണാനിരിക്കുന്നതേ ഉള്ളൂ. എൻ്റെ കണക്കുകൂട്ടലനുസരിച്ച് ഈ ലെവലുകളിൽ നിന്ന് ഒരുപാട് നമുക്കൊരു സുഖമായിട്ടൊരു 1000% റിട്ടേൺ ഭാവിയിലേക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഒരുപാട് കമ്പനികൾ ഇന്ത്യയിൽ വളർച്ചയുടെ അവർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു ഭാവിയിൽ ഓപ്പർച്യൂണിറ്റി നേടിയെടുക്കാൻ വേണ്ടി അവർ ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി അവരുടെ കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കപ്പാസിറ്റി ഒരു കമ്പനിയല്ല കൂട്ടുന്നത്, എല്ലാ കമ്പനിയും കൂട്ടുന്നുണ്ട്. അതുകൂടാണ്ട് പുറത്തുനിന്ന് ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വന്നു കഴിയുമ്പോൾ ഈ കമ്പനിക്ക് ഒരുപാട് വളർച്ച സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ എന്നാ ചെയ്യട്ടെ, നമ്മൾ ഇതുപോലുള്ള കമ്പനികൾ ഇതുപോലെ മാർക്കറ്റ് എക്സ്ട്രീം ഗ്രീഡിൽ നിൽക്കുമ്പോൾ മാർക്കറ്റിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരും എന്നുള്ള നമ്മുടെ പ്രതീക്ഷയിൽ നിൽക്കുന്ന ഈ ഒരു എക്സ്ട്രാ എല്ലാം വാങ്ങിക്കാനായിട്ട് തോന്നുന്ന സമയത്ത് എന്ത് വേണം? നമ്മൾ ഈ കമ്പനിയെ കുറിച്ച് പഠിച്ച് അതിൻ്റെ ഓരോ ഡിപ്പിൽ അതിൻ്റെ നല്ല ബൈയിങ് അവസരത്തിൽ വരുമ്പം, അത് ഏത് അവസരത്തിൽ വരുമ്പോഴാണ് വാങ്ങിക്കേണ്ടത്? എക്സ്ട്രീം ഫിയർ നമുക്കൊന്നും വാങ്ങിക്കാനായിട്ട് തോന്നാത്ത സമയത്ത് ഈ എക്സ്ട്രീം ഫിയർ വരുമ്പോഴാണ് നമ്മൾ വാങ്ങിക്കേണ്ട ഒരു കാലാവസ്ഥ. അപ്പോൾ ഈ മാർക്കറ്റ് കൂടെ എല്ലാവരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അത് ഗൂഗിളിൽ ചുമ്മാ അടിച്ചു നോക്കിയാൽ മാർക്കറ്റ് മോഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ് അടിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഈ ഒരു സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാലും കിട്ടും. ഞാൻ ഈ സൈറ്റാണ് നോക്കാറ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഈ മാർക്കറ്റ് കൂടി എക്സ്ട്രീം ഫിയർ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ ഇതുപോലെയുള്ള ലോങ് ടൈമിലേക്ക് നല്ലൊരു അവസരമായിട്ട് ബൈ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലെവലുകൾ വെച്ചിട്ട് ബൈ ചെയ്യുക, അത് ഓരോരുത്തരുടെ ഇഷ്ടം. ആ സമയത്ത് ഈ ഒരു എക്സ്ട്രീം ഫിയർ എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള അവസരങ്ങൾക്ക് നല്ല വളർച്ചാ സാധ്യതയുള്ള കമ്പനികൾ എന്ത് ചെയ്യണം? പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതൊരു ബൈയോ സെല്ലർ റെക്കമെൻഡേഷനൊന്നും വല്ല കാര്യങ്ങളോ പറയുന്ന കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.